കുട്ടുംബോറ കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. നമുക്ക് വീഡിയോ കളിക്കാം. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ഈ മാങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വൃത്തിയാക്കി ഉപ്പും കായപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അച്ചാറിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്കതിൽ ഒരു 3.5 ടീസ്പൂൺ കടുക്, ഒരു 2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, അതുപോലെ ഒരു 2 ടീസ്പൂൺ ഉലുവ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഇത് ഉലുവയും കടുകും ജീരകവും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ച് പൊടിച്ചെടുക്കാം. നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നമ്മൾ ഇതേ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണയാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ബെസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് കേടൊന്നും കൂടാതെ ഇരിക്കും. നല്ലെണ്ണയാണ് ബെസ്റ്റ്. നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 10 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് എണ്ണ വിട്ടൊന്ന് മൂട്ടി കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് കരിഞ്ഞു പോകും. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല, അതായത് നമ്മുടെ കടുകും ഉലുവയും ജീരകവും കൂടെ ആയിട്ട് വറുത്ത് പൊടിച്ചത്, അതൊരു 2.5 സ്പൂണ് ചേർത്ത് കൊടുക്കും. നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് ഇനി വേണ്ടത് വിനാഗിരിയാണ്. ഇപ്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇന്നലെ തയ്യാറാക്കി വെച്ച മാങ്ങ, അതായത് കായവും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മാങ്ങയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ മാങ്ങയിലുണ്ടായിരുന്ന വെള്ളം അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കും. മാങ്ങ ഇന്നലെ ഉപ്പും കായവും ചേർത്ത് വെച്ചിരുന്നതിൽ ഇറങ്ങിയ വെള്ളമാണ്. നമുക്കിതിൽ ചേർത്ത് കൊടുക്കും. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഉലുവയും ജീരകവും കടുവും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. വേറൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കണം. നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.